കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില സുപ്രധാന കാര്യത്തെപ്പറ്റിയാണ് ഇനിയും പറയാൻ പോകുന്നത്. ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് ഈ ചേമ്പിൻ്റെ ചുവട്ടിലുള്ള പുല്ലുകളും കാടുകളും മറ്റും പറിച്ച് അതിൻ്റെ ചുവട്ടിൽ തന്നെ കൂട്ടിയിടണം. ഈ സമയത്ത് ചേമ്പ് വലിയ തണ്ടുകളായിട്ട് വളർന്നിട്ട് അതിന് തീരെ കിഴങ്ങുകൾ കുറവാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വലിയ തണ്ട് വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇലകളും തണ്ടുകളും വരുന്നത് ചേമ്പിന് മോശം തന്നെയാണ്. അതിനായി ചെയ്യേണ്ടത് ചേമ്പിൻ്റെ അധികമുള്ള തണ്ടുകൾ ഇതുപോലെ ഓടിച്ചിട്ട് ചേമ്പിന് ചുറ്റും തന്നെ കൂട്ടിയിടുക എന്നുള്ളതാണ്. അങ്ങനെ കൂട്ടിയിട്ട ശേഷം അതിൻ്റെ മുകളിൽ ധാരാളം കരിയില കൊണ്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് പുതിയ വേരുകൾ വരികയും അതിന് ചുറ്റും ധാരാളം കിഴങ്ങുകളുണ്ടാകുകയും വീണ്ടും ചേമ്പ് പഴയതുപോലെ തന്നെ നന്നായി വളരുകയും ചെയ്യും. അങ്ങനെ വളരുന്ന ചേമ്പിൽ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ അധികമുള്ള തണ്ടുകൾ ഒടിച്ച് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് പിന്നീട് ചാരവും ആവശ്യമെങ്കിൽ അല്പം പൊട്ടാഷോ മറ്റോ ഇട്ട് അത് ചുവട്ടിലേക്ക് മണ്ണടിപ്പിച്ച് കുത്തിമൂടി കഴിഞ്ഞാൽ ഇതിൽ ധാരാളം കിഴങ്ങുകൾ ഉണ്ടാകുന്നതാണ്.